ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പേജിലെ ലൈൻ നമ്പേഴ്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ പേജ് ലേഔട്ട് മെനു എടുക്കാം. പേജ് ലേഔട്ട് മെനുവിലെ ലൈൻ നമ്പേഴ്സ് അതിൽ കണ്ടിന്യൂസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം അവിടെ 1 2 3 അങ്ങനെ ഒരു പേജിൽ ലൈൻ നമ്പർ ഇട്ട് കാണും. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് പേജ് മാത്രമേ വരുന്നുള്ളൂ. ലൈൻ നമ്പേഴ്സിൽ നമുക്ക് റീസ്റ്റാർട്ട് ഈച്ച് പേജ് കൊടുത്താൽ ഓരോ പേജിലും നമുക്ക് നോക്കാം. ഓരോ പേജിലും ഇപ്പം ഞാൻ ഫസ്റ്റ് പേജിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് പേജിൽ സെക്കൻഡ് പേജ് നോക്കാം. സെക്കൻഡ് പേജിൽ നോക്കുമ്പോൾ ഇൻസേർട്ട് 1 2 3 തന്നെ ആയിട്ട് ലൈൻ നമ്പർ ഇൻസേർട്ട് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അടുത്ത പേജ് എടുത്തു. അടുത്ത പേജിൽ നോക്കുമ്പോൾ വീണ്ടും ലൈൻ നമ്പർ ഇട്ട് കാണാനായിട്ട് പറ്റും. ഇനി റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ ആണെങ്കിൽ ഓരോ സെക്ഷൻ ഇപ്പോൾ നമ്മളിവിടെ സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സെക്ഷനിൽ റീസ്റ്റാർട്ട് ചെയ്ത് കാണും. ഞാനിപ്പോൾ ഇവിടെ സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷനിലേക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ സെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ ലൈൻ നമ്പർ റീസ്റ്റാർട്ട് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ 1 2 3 7 കഴിഞ്ഞിട്ട് വീണ്ടും 1 2 3 4 5 6 ഇപ്പം ഞാനിവിടെ 5 നിർത്തിയിട്ട് ലൈൻ നമ്പറിൽ നിർത്തിയിട്ട് നമ്മൾ ബ്രേക്കിൽ പോയിട്ട് ഒരു കണ്ടിന്യൂസ് സെക്ഷൻ ബ്രേക്ക് കൊടുത്തു. അപ്പോൾ 5 കഴിഞ്ഞപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്പർ. ഇങ്ങനെ നമുക്ക് സെക്ഷനിൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സപ്രസ് കറണ്ട് പാരഗ്രാഫ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊക്കെ നിൽക്കുന്ന പാരഗ്രാഫിൽ ലൈൻ നമ്പറിങ് സപ്രസ് ചെയ്ത് കിട്ടും. ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന പാരഗ്രാഫിൽ നിന്നിട്ട് സപ്രസ് ഫോർ കറണ്ട് പാരഗ്രാഫ് കൊടുത്തു. അപ്പോൾ അവിടെയുള്ള ലൈൻ നമ്പർ ഓഫായി പോയി. ഇനി നമുക്ക് നണ്ണ് കൊടുക്കുകയാണെങ്കിൽ ലൈൻ നമ്പർ ഓരോ സെക്ഷനിലും പോയിട്ട് കൊടുക്കണം. നമ്മൾ സെക്ഷൻ വൈസ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നണ്ണ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൈൻ നമ്പർ ഓഫായി പോയിട്ടുണ്ടാവും. ഈ ലൈൻ നമ്പറിൽ തന്നെ ലൈൻ നമ്പറിങ് ഓപ്ഷൻസ് എടുക്കാം. നമുക്ക് ഓഡ് പേജിന് മാത്രമായിട്ട് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൺ ആണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഈ സെക്ഷനിൽ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൺ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പേജിൽ നമുക്കിവിടെ ലൈൻ നമ്പർ കാണാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ പേജ് എടുത്ത് നോക്കാം. അവിടെ നമുക്ക് ലൈൻ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ നമുക്ക് മോർ ലൈൻ നമ്പറിങ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് കൊടുക്കാം. അത് ഓണാക്കിയിട്ടാൽ മതി. അതുപോലെ തന്നെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ്, ന്യൂ കോളം, ന്യൂ പേജ്, ഈവൺ പേജ്, ഓഡ് പേജ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ കൊടുക്കാം. ഇന്നത്തെ വേഡ് ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.